വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 5 മണ്ഡലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 5 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 5 മണ്ഡലങ്ങളാണ്. അതായത് അവിടെ ഒന്ന് പരമാവധി പരിശ്രമിച്ച് മികച്ച സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി നല്ല പ്രചരണം കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ 5 മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതിൽ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നേമത്താണ്. നേമമാണ് 1-ാം നമ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ വട്ടിയൂർക്കാവുണ്ട്, കഴക്കൂട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 3 മണ്ഡലങ്ങൾ ഇത്തവണ ഏത് വിധേനയും ബി.ജെ.പിക്ക് പിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് വേണ്ടത്. കാരണം ഈ 3 മണ്ഡലങ്ങളിലും നിലവിൽ കോർപ്പറേഷനിലെ ഭരണമൊക്കെ നേടിയതിനു ശേഷം ഒരു അനുകൂല സാഹചര്യം ബി.ജെ.പിക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മഞ്ചേശ്വരം മണ്ഡലമാണ്. കെ സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്ത് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം 2 തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ്. 1991 മുതൽ ഒരു തവണ ഒഴിച്ച് തുടർച്ചയായിട്ട് 2-ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം ഇത്തവണ പിടിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു മണ്ഡലം, ഈ 5 മണ്ഡലങ്ങളിൽ മറ്റൊരു സാധ്യതയുള്ള വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലം പാലക്കാടാണ്. കാരണം പാലക്കാട് ഇത്തവണ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊക്കെ ആയിട്ട് കോൺഗ്രസ് ഒന്ന് ബാക്ക് ഫുട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പേര് ആലപ്പുഴയിലെ 2 മണ്ഡലങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കായംകുളം കേൾക്കുന്നുണ്ട്, അരൂര് കേൾക്കുന്നുണ്ട്, അതുകൂടാതെ വട്ടിയൂർക്കാവ് പോലും കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ശോഭാ സുരേന്ദ്രനെയൊക്കെ പോലുള്ളൊരു നല്ല സ്ഥാനാർത്ഥി പാലക്കാട് വരികയാണെങ്കിൽ ബി.ജെ.പിക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു മണ്ഡലം തന്നെയാണ് അത്. അപ്പോൾ ഇതാണ് സാഹചര്യം.